വസ്തു സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്ര നീ ഈ വീട്ടിൽ കാലുകുത്തിയത്. ഇന്നലെ രാത്രി എന്റെ അനിയത്തെ നീ മോശമായി ചിത്രീകരിച്ചു. ഒരു സാഹചര്യത്തിലും ആര് പറഞ്ഞാലും നിന്നെ ഈ വീട്ടിൽ നിർത്താൻ പോകുന്നില്ല. ഇപ്പൊ ഭഗവാൻ പൂജ ചെയ്തതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് പാപത്തിനെ കുറിച്ച് സംസാരിക്കുന്നോ? ഏതാണ് പാപം ഏതാണ് പുണ്യമെന്ന് ദൈവത്തിനറിയാം. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് ശിക്ഷ തീർച്ചയായും കിട്ടും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആ ദൈവത്തിനറിയാമേ. ആ ദൈവം എനിക്ക് വേണ്ടി സാക്ഷിയെ കൊണ്ടുവരും. അതിരിക്കട്ടെ, ആരാ സാക്ഷി? ഇവിടെ ഒന്ന് നിർത്തോ. 2 മിനിറ്റ്, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. എന്താ വസുന്ധര, ഫോൺ ചെയ്ത ഉടനെ മീറ്റ് ചെയ്യണോന്ന് പറഞ്ഞത്? നിങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് സീരിയസ് കണ്ടീഷൻ മാറി. അല്ല, ഇന്നലെ കോടതിയിൽ എന്താ നടന്നത്? നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ട് കാർത്തികയ്ക്ക് നല്ലത് സംഭവിച്ചു. ഡിവോഴ്സ് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചു. താങ്ക് ഗോഡ്. എന്നെ പോലെ അവളുടെ ജീവിതം സ്പോയിലായില്ലല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം വീട്ടിലാരും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും എന്നോടിപ്പോ ദേഷ്യം. അയ്യോ, നമ്മളിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാമോ? പറഞ്ഞോളൂ. എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതൊക്കെ എന്റെ വീട്ടുകാരോടും കൂടി ഒന്ന് പറയൂ. അത് ഞാനെങ്ങനെയാ? പ്ലീസ് ഒന്ന് വരണം. ഏത് പെണ്ണിന്റെ ജീവിതം രക്ഷിക്കാനാണോ നിങ്ങൾ ആദ്യത്തേക്ക് ഡിവോഴ്സ് കൊടുക്കില്ലെന്ന് പറഞ്ഞത്? ആ പെൺകുട്ടിയുടെ ജീവിതം വലിയൊരു ആപത്തിലായി ഇപ്പം. കാർത്തിക നല്ലവളാണെന്നൊന്നും ഞാൻ പറയില്ല, എന്ന് വെച്ചിട്ട് അവൾ മോശപ്പെട്ടവളാണെന്നും പറയില്ല. ഞങ്ങളുടെ അഖിലിനെ അവൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. അറിയാതെ ചില തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് കാർത്തികയ്ക്ക് ഡിവോഴ്സ് കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ നോക്കുക എല്ലാവരും. എനിക്കെന്തോ കാർത്തികയോട് ക്ഷമിച്ച് അനിയനും അവളെ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കാർത്തിക നിങ്ങളുടെ റിലേറ്റീവ് ആണോ അതോ സ്വന്തം അനിയത്തിയാണോ? അവൾ എനിക്കൊരു ബന്ധു തന്നെയാ. പക്ഷെ എന്റെ സ്വന്തം അനിയത്തിയെ പോലെ. അഖിൽ എന്റെ അനിയനെന്ന് പറയുന്നതിനേക്കാൾ എന്റെ മകനെ പോലെയാണെന്ന് പറയുന്നതാ സന്തോഷം. അവരൊരിക്കലും പിരിയാൻ പാടില്ല. നിങ്ങൾ വളരെ ഗ്രേറ്റാ. സ്വന്തം അനിയത്തെ പോലും അന്യരെ പോലെ കാണുന്ന ഈ ലോകത്ത് നിങ്ങളുടെ ബന്ധുവിനെ കുറിച്ചും ഏട്ടന്റെ അനിയനെ കുറിച്ചും ഇത്രയധികം ആലോചിക്കുന്നല്ലോ. എന്റെ ആലോചനയ്ക്ക് പിന്നിൽ എന്റെ ഭർത്താവിന്റെ സപ്പോർട്ട് കൂടിയുണ്ട്. അദ്ദേഹം ഈ കൂട്ടുകുടുംബം ഒരിക്കലും പിരിയരുതെന്ന് ആഗ്രഹിക്കുന്നു. കുടുംബം ചിതറിപ്പോകരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനാ. എല്ലാവരും ചെറിയ കുടുംബം ആവാൻ ആഗ്രഹിക്കുന്നേ. പക്ഷേ നിങ്ങളുടെ ഭർത്താവ് എല്ലാവരും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നേ. നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങളുടെ കൂടെ ഞാൻ വീട്ടിലേക്ക് വരാം. എനിക്ക് നിങ്ങളുടെ കൂട്ടുകുടുംബം കാണണമെന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. വരും, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അമ്മേ, ഏട്ടാ, ഭാസ്കരേട്ടാ, ഭാവനേച്ചി, അഖിൽ, എല്ലാരും ഒന്ന് പെട്ടെന്ന് വന്നേ. ഇവരുടെ പേര് സരിത. കാർത്തിക തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് സാക്ഷി. സരിത, ഇതാണ് എന്റെ കുടുംബം. ആ നിൽക്കുന്നതാ കാർത്തിക. നീ രക്ഷിക്കേണ്ടത് അവളെയാ. ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇവരാരും വിശ്വസിച്ചില്ല. നടന്നത് എന്താണെന്ന് പറയൂ സരിത. ഏത് കാര്യത്തെക്കുറിച്ചാ പറയേണ്ടത്? അത് തന്നെ, ആദിത്യയെക്കുറിച്ച് പറയാൻ. എന്റെ പേര് സരിത. ഞാനും ആദിത്യയും കുറെ നാള് മുമ്പേ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. പക്ഷേ ഞങ്ങളിപ്പോ ഒരുമിച്ച് ജീവിക്കുന്നില്ല. സാഹചര്യങ്ങൾ കാരണം
ഞങ്ങൾ വേർപിരിഞ്ഞ് ജീവിക്കുക. എന്താ പിരിയാനുള്ള കാരണമെന്ന് ഇവരോട് പറയൂ സരിത. സോറി വസു, അതെന്റെ പേഴ്സണൽ കാര്യമാണ്. അത് നിന്റെ പേഴ്സണൽ കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ കാർത്തിക തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നീ ആ വിഷയം പറഞ്ഞേ പറ്റൂ സരിത. എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ കാര്യം ഞാൻ എങ്ങനെയാ പറയാ? പറയാനല്ല ഇങ്ങോട്ടേക്ക് വന്നത്, പറഞ്ഞോളൂ. അത് എന്റെ ഹസ്ബൻഡിനെ ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ ആവില്ലേ? അയാള് നല്ലയാളല്ല, ദുഷ്ടനാണെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അപ്പൊ പിന്നെ അയാളെ പറ്റി സത്യങ്ങൾ പറയൂ. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആദിത്യൻ നല്ലവനല്ല, മോശപ്പെട്ടവനാണെന്ന്. അത്രയുള്ളൂ. പറയാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യം പറയൂ. എന്ത് കാര്യോ? അത് തന്നെ, ആദിത്യയുടെ കുറവുകളെ പറ്റി പറയൂ സരിത. അയാള് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളാ. സ്മോക്ക് ചെയ്യും, മോശം വാക്കുകളൊക്കെ പറയും. പുറത്ത് ഒരുപാട് സ്ത്രീകളുമായിട്ട് അഫെയർ ഒക്കെ ഉണ്ട്. ഇതൊക്കെ അയാളുടെ പ്രധാന കുറവുകൾ. അതല്ല സരിത, പ്രധാനപ്പെട്ട കാര്യം പറയൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്ത് കാര്യം നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കാൻ നോക്കുന്നേ? ആദിത്യക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഇത് കള്ളവാ. ഞാനിങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നീ തന്നെ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാ ഡിവോഴ്സിന് കൊടുത്തേന്ന് നീ എന്നോട് പറഞ്ഞല്ലോ. ആദിത്യക്ക് അങ്ങനെ ഒരു കുറവുമില്ല വസുന്ധര. വേറെ പ്രശ്നങ്ങൾ കാരണമാ ഞാൻ ഡിവോഴ്സ് ചോദിച്ചത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ആദിത്യ കാരണം നിങ്ങൾ പറ്റിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അയാളുടെ കുറവ് മറയ്ക്കാൻ വേണ്ടിട്ടാ ആദിത്യ ഓൾറെഡി പ്രഗ്നന്റ് ആയ കാർത്തികെ ട്രാപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അവന്റേതല്ലാത്ത കുഞ്ഞിനെ അവന്റെ കുഞ്ഞാണെന്ന് കള്ളം പറഞ്ഞതാണെന്ന് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? നിങ്ങൾക്കെന്തോ കൺഫ്യൂഷൻ ആണെന്നാ തോന്നുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതേയില്ല. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾ പറഞ്ഞില്ലേ? ഇപ്പൊ എന്തിനാ വാക്ക് മാറ്റുന്ന? നിങ്ങൾ സത്യം പറയുവാണെങ്കിൽ കാർത്തികയെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കും. സോറി വസുന്ധര, കാർത്തിക ആരെന്ന് പോലും എനിക്കറിയില്ല. അവർക്ക് വേണ്ടി എന്റെ ഭർത്താവിനെ ഇങ്ങനെ പഴിചാരാൻ പറ്റില്ല. എന്ത് കുറ്റമാണോ? അതല്ലേ സത്യം. ആദ്യത്തെ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയില്ലേ? നിങ്ങൾ ഡിവോഴ്സ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയെന്ന് പറഞ്ഞില്ലേ? നിങ്ങളേതോ സ്വപ്നം കണ്ടതാ. നടക്കാത്ത ഒരു കാര്യത്തെ നടന്നു എന്നൊക്കെ പറയുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? എന്താ നിങ്ങൾക്ക് പറ്റിയത്? അവൾക്കൊന്നും പറ്റിയിട്ടില്ല. നിനക്കാ എന്തൊക്കെയോ പറ്റിയത്. ആരെയോ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നു നീ. അങ്ങനെയല്ല അമ്മേ, ഇവർ സത്യം മറച്ചു വെക്കുന്നതാ. എന്തിനെയോ ഇവര് പേടിക്കുന്നുണ്ട്. ഇല്ലാത്ത സത്യം പറയാൻ പറഞ്ഞ ആരെ കൊണ്ട് പറയാൻ പറ്റുമോ എടത്തി? ഞാൻ കള്ളം പറയുന്നതല്ല അഖിൽ. ഈ സരിത ആദിത്യയുടെ ഭാര്യ തന്നെയാ. നിർത്ത് വസു. ഇനി കൂടുതൽ പറഞ്ഞ് ഞങ്ങൾക്ക് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൂടി കുറയ്ക്കല്ലേ. ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് ഭാസ്കരേട്ടാ, എന്നെ ഒന്ന് വിശ്വസിക്കുക. ഒരു സാക്ഷിയില്ലാതെ ഞങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക വസു? നീ ഇപ്പൊ മറ്റേതോ ലോകത്തില. ഇല്ല ചേച്ചി, ഞാൻ എല്ലാം അവരോട് സംസാരിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. എനിക്ക് അർജന്റായിട്ട് ഒരിടത്ത് പോകാനുണ്ട്. സരിത, സത്യം പറഞ്ഞിട്ട് പോ.
ആദ്യം നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയൂ വസു. അഖിൽ സന്തോഷമായിരിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലേ? അഖില് സന്തോഷിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരിൽ ഞാനായിരിക്കും ഏറ്റവും ആദ്യം നിൽക്കുന്നത്. പിന്നെ ആ സന്തോഷത്തിന് നീ എന്തിനാ ഇപ്പൊ എതിരെ നിൽക്കുന്നത് വസു? കാർത്തിക തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അഖിലിനെ എന്തിനാ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇത്രയും നാളും നീ ഈ വീട്ടിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ തെറ്റുകൊണ്ട് ഇല്ലാതായി തീർന്നിരിക്കുകയാണ് വസു. അങ്ങനെയല്ല ഭാസ്കരേട്ടാ. വസുന്ധര, ഇതോടെ നിർത്തിയേക്ക്. ഞാൻ കള്ളൊന്നും അല്ല പറയുന്നത്. ആ സരിത അവസാന നിമിഷം വാക്ക് മാറ്റിയതാ. മതി, നിർത്ത് പ്ലീസ്. ഇതോടെ നിർത്തിയേക്ക്. അമ്മേ, വസുന്ധരയ്ക്ക് വേണ്ടി അവളുടെ ഭാഗത്തുനിന്ന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഏട്ടാ. പിന്നെ എന്തിനാ മാപ്പ് ചോദിക്കുന്നേ? നീ തെറ്റ് ചെയ്തിട്ടില്ല, കാർത്തികയും ചെയ്തിട്ടില്ല. പിന്നെ ആരാ തെറ്റ് ചെയ്തത്? അഖിലാണോ? അമ്മേ, അത് പ്ലീസ്, ഈ കാര്യം ഇവിടെ വെച്ച് നിർത്താമോ? ഇനി ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കരുത്. പോയി അവരവരുടെ ജോലി നോക്ക്. ആദിത്യക്ക് അങ്ങനെ ഒരു കുറവും ഇല്ലല്ലോ. സരിത എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നേ? ഹലോ സരിത. സോറി വസുന്ധര, അർജന്റായിട്ട് എന്റെ വീട് വരെ ഒന്ന് വരാമോ? എന്ത് പറ്റി സരിത? ഇപ്പൊ എന്തിനാ നീ കള്ളം പറഞ്ഞത്? അതിനു വേണ്ടിയിട്ടാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതൊന്നും ഫോണിൽ പറയാൻ പറ്റില്ല. പെട്ടെന്നൊന്ന് വരാമോ? എന്താ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നേ? പ്ലീസ്, ഫോണിൽ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പെട്ടെന്ന് എന്നെ ഇവിടേക്ക് വരൂ. നിങ്ങൾ തനിച്ചേ വരാവോ? എന്ത് പറ്റി സരിത? ഞാൻ നേരിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ലേറ്റ് ആകരുത്, വേഗം വരൂ. സരിതയ്ക്ക് ഇതെന്താ പറ്റിയത്? എന്തിനാ എന്നോട് ഒറ്റയ്ക്ക് ചെല്ലാൻ പറഞ്ഞത്? അവൾ എന്തിനായിരിക്കും ഇവിടെ വന്ന് കള്ളം പറഞ്ഞത്? എന്താ സരിത സംഭവിച്ചത്? എന്തിനാ നീ അവിടെ വന്ന് കള്ളം പറഞ്ഞത്? എന്താ കാര്യം സരിത? നിങ്ങളുടെ കൂടെ വേറെ ആരും ഇല്ലല്ലോ, തനിച്ചല്ലേ വന്നിരിക്കുന്നേ? ഞാൻ തനിച്ച് തന്നെയാ വന്നിട്ടുള്ളേ. എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? എന്നോട് ക്ഷമിക്കൂ വസുന്ധര, വേറെ വഴിയില്ലാതെയാ നിങ്ങളുടെ വീട്ടിൽ വെച്ച് എനിക്ക് കള്ളം പറയേണ്ടി വന്നത്. എന്താ നടന്നത്? നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്തത് ആദിത്യ എങ്ങനെ കണ്ടുപിടിച്ചു. ഓട്ടോയിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോ ആദിത്യ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. എടി സരിത, നീ സത്യം പറയാൻ ആ വസുന്ധരയുടെ വീട്ടിലേക്ക് പോവല്ലേ? പൊയ്ക്കോ, പക്ഷെ സത്യം പറയാൻ പാടില്ല. സത്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയെ നീ പിന്നെ കാണില്ല. അതിനുശേഷം അമ്മയില്ലാത്ത ലോകത്ത് നീ ഒറ്റപ്പെട്ട് തനിച്ച് ജീവിക്കേണ്ടി വരും. ഈ മെസ്സേജിനെ കുറിച്ച് വസുന്ധരയോട് എങ്ങാനും പറഞ്ഞാൽ നിന്റെ അമ്മയോടൊപ്പം നിന്നെ ഞാൻ കൊന്നുകളയും. ഈ മെസ്സേജ് വായിച്ചാൽ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്തോളണം. എന്റെ അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ് ആദിത്യ എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് കള്ളം പറയേണ്ടി വന്നത്.
എന്നോട് ക്ഷമിക്കണം വസുന്ധര. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ആദിത്യനെ എന്ത് ചെയ്താലും ഒരു തെറ്റുമില്ല. അവനോട് ദൈവം പോലും പൊറുക്കില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതല്ലേ, അവൻ വൃത്തികെട്ടവനാ, ദുഷ്ടനാ. അവൻ എന്റെ ജീവിതം വെച്ചാ കളിക്കുന്നെ. ഇപ്പൊ കാർത്തികയുടെ ജീവിതം വെച്ചാ കളിക്കാൻ നോക്കുന്നെ. ഈ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞെന്ന് അവൻ അറിഞ്ഞ എന്നെ അവൻ കൊന്നുകളയും. ഏട്ടൻ എപ്പോഴാ വന്നത്? ഞാൻ തന്നെ പുറകെ തന്നെ ഉണ്ടായിരുന്നു വസുന്ധര. ഇത്രയും അത്യാവശ്യമായിട്ട് വസുന്ധര എങ്ങോട്ടായി പോകുന്നത്? എന്തായിരിക്കും കാര്യം? എല്ലാം ഞാൻ കേട്ടു. ആദിത്യനെ കുറിച്ച് ഓർത്ത് താൻ ഒന്നുകൊണ്ട് ടെൻഷനാവണ്ട. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സാർ പ്ലീസ്, ഈ കാര്യം പുറത്താരും അറിയാതെ നോക്കണം. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സരിത. അദ്ദേഹം വാക്ക് പറഞ്ഞതല്ലേ. ആദിത്യയുടെ കാര്യം ഇനി ഏട്ടൻ നോക്കിക്കോളും. നീ ധൈര്യമായിട്ട് വീട്ടിൽ വന്ന് എല്ലാ സത്യങ്ങളും പറയൂ. സോറി വസുന്ധര, ഈ പ്രശ്നത്തിലൊന്നും എനിക്ക് ഇടപെടണ്ട. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ജീവനോടെ ഇരിക്കില്ല. ഇപ്പൊ പോലും ആ ആദിത്യ എവിടെയോ മറിഞ്ഞു നിന്ന് എന്നെ വാച്ച് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് പേടിയാവുന്നു. സോറി വസുന്ധര, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോണം. സരിത, നീ പേടിക്കാതിരിക്കുക. നിനക്കൊന്നും സംഭവിക്കില്ല. സോറി വസുന്ധര, ആദിത്യനെ കുറിച്ച് ആദ്യം നീ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. എന്നാലിപ്പോ ഞാൻ എല്ലാം വിശ്വസിക്കുന്നു. ഞാനും ഏട്ടനും ഇത് വിശ്വസിച്ചിട്ട് എന്താ കാര്യം ഏട്ടാ? വീട്ടിലെ അമ്മയും അഖിലും ഇത് വിശ്വസിക്കണ്ടേ? ചെയ്യാത്ത തെറ്റിന് കാർത്തിക ശിക്ഷ അനുഭവിക്കാതെ നമ്മൾ രക്ഷിക്കണ്ടേ? ആ കാര്യം നമുക്ക് ഒരുമിച്ച് നോക്കാം വസുന്ധര. അഖിലിനോടും അമ്മയോടും ഞാൻ പറഞ്ഞോളാം. കാർത്തിക തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം എല്ലാവരും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഏട്ടൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും വീട്ടിലുള്ളവർ വിശ്വസിക്കണമെങ്കിൽ സാക്ഷി കാണിക്കണ്ടേ? സത്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ വസു. അങ്ങനൊരു തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല. താൻ ഒന്നുകൊണ്ട് പേടിക്കണം. സരിത, തൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഇത്രയും ഭയപ്പെടുന്നത് കൊണ്ട് സത്യം പറയാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഒരിക്കലും പ്രഷർ ചെയ്യില്ല. കാർത്തികയെ ഞങ്ങൾ തന്നെ രക്ഷിച്ചോളാം. വസുന്ധര, ഇത് നമുക്ക് തന്നെ സോൾവ് ചെയ്യാം. താങ്ക് യു ഏട്ടാ. ഈ ഒരു സഹായം ചെയ്ത് കാർത്തിക എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കാർത്തിക ഈ ഒരു തെറ്റ് മാത്രമല്ല ചെയ്തിരിക്കുന്നത്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും താൻ ഇപ്പോഴും കാർത്തികയെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. കാർത്തിക ചെയ്ത മറ്റു തെറ്റുകൾക്കെല്ലാം അവൾ എന്തായാലും ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ചെയ്യാത്ത ഒരു തെറ്റിന് അവൾ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. താൻ നമ്മുടെ കാർത്തികയെക്കുറിച്ച് ഇത്രയൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ കാർത്തികയാണെങ്കിൽ തന്നോട് ഒരു അല്പം പോലും നന്ദി കാണിക്കുന്നില്ല. കാർത്തികയുടെ ഭാഗത്തു നിന്നും ഒരു നന്ദി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവൾ മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സ് മാറിയാ അവളുടെ ജീവിതം സന്തോഷകരമാകുമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തന്നെ പോലെ കാർത്തികയുടെ അമ്മ പോലും അവളെക്കുറിച്ച് ഇത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാർത്തിക എന്റെ അനിയത്തിയാ. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കണ്ടേ ഏട്ടാ? ഇപ്പൊ കാർത്തികയെ അവളുടെ അമ്മയും കൈവിട്ടു. നമ്മളും കൂടി കൈവിട്ട് കഴിഞ്ഞാ അവളുടെ അവസ്ഥ എന്താകും? കാർത്തിക തൻ്റെ മനസ്സ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. സരിത, താൻ പേടിക്കാതിരിക്കുക. തനിക്കൊന്നും സംഭവിക്കാതെ തന്നെ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കാണ്. വസുന്ധര, എന്നാൽ നമുക്കിറങ്ങാം.
എന്തു പറ്റി മോളെ? വയറ് വല്ലാതെ വേദനിക്കുന്നു. രാവിലെ നീ ടാബ്ലറ്റ് കഴിച്ചില്ലേ? ഇല്ല, മറന്നുപോയി. ഈ പ്രായത്തിൽ ഇത്രയ്ക്ക് മറവിയുണ്ടായാൽ എങ്ങനെയാ? നിക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. ടാബ്ലറ്റ് കഴിക്ക്. നീ എന്തൊക്കെ മറന്നാലും സമയത്ത് ആഹാരം കഴിക്കാനും ടാബ്ലറ്റ് കഴിക്കാനും മറക്കരുത്. ഈ വയറുവേദന ടാബ്ലറ്റ്സ് കഴിക്കാത്തതുകൊണ്ട് വന്നതല്ല ആൻറ്റി. ടെൻഷൻ കാരണം വന്നതാ. എന്തിനാ ടെൻഷൻ? എന്ത് ചോദ്യാ ഇത്? ആ ആദിത്യയെക്കുറിച്ച് സരിത സത്യം പറയുന്നു വിചാരിച്ചു. പക്ഷെ അവളിപ്പോ കള്ളമെന്നാ പറയുന്നത്. അതെ, അവള് മാറ്റി പറഞ്ഞാണോ അതോ ഇനി വസു കള്ളം പറഞ്ഞാണോ? അറിയില്ല ആൻറ്റി, എനിക്കും മനസ്സിലായിട്ടില്ല. പ്രോബ്ലം സോൾവ് ആവുമെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും പ്രശ്നമായിരിക്കുക. ജീവിതത്തെ ഞാൻ എത്രയൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ പോലൊരു ട്വിസ്റ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ടെൻഷൻ കാരണം എന്റെ തല പൊട്ടിപ്പോവുക. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട ആൻറ്റി? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് പോയാൽ മതി. ഏയ്, എന്നെ പുറത്താക്കാൻ നീ ആരാടി? നിനക്കെന്താ അവകാശമുള്ള? ഇവിടെ നിൽക്കാൻ നിനക്കെന്താ അവകാശമുള്ള? ഒരു റൈറ്റ്സും ഇല്ലല്ലോ. ഡേ, ഇവൾ അഖിലിന്റെ ഭാര്യയാ. പക്ഷെ വേറൊരുത്തിന്റെ കുഞ്ഞിന് അമ്മയായില്ലേ?